ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു വട്ടമെങ്കിലും മെഡിക്കൽ കോളേജിൽ വന്നാൽ മതി. പിന്നെ നമ്മളുടെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വലുതായിട്ട് തോന്നത്തേ ഇല്ലെന്ന് ആരോ പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടിയും അവളുടെ ലൈഫിൽ കടന്നു പോകാൻ ആഗ്രഹിക്കാത്തൊരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിനിടയിലുണ്ടായ പപ്പയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എന്നെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്നുള്ളത് മെഡിക്കൽ കോളേജിലെ ശ്രീചിത്ര ഹോസ്പിറ്റലിലാണ്. പപ്പയ്ക്ക് ഇപ്പോൾ 76 വയസ്സുണ്ട്. കൃത്യം പറഞ്ഞാൽ 75 വയസ്സ് വരെ പപ്പ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുമായിരുന്നു. അപ്പോൾ ഒരിക്കലും വെറുതെ ഇരിക്കില്ല കേട്ടോ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പപ്പയ്ക്ക് 9 മക്കളാണ്, ഞാനാണ് 9ാമത്തെ പുത്രി. ഈ 9 മക്കളെ പഠിപ്പിക്കുക, വലുതാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൽ ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ഇത്രയും വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് എണീറ്റ് നമ്മൾ ആരെയും ഓർമ്മയില്ലെന്ന് പറയുമ്പോൾ ഉള്ളൊരവസ്ഥ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുപോലെയായിരുന്നു പപ്പയുടെ അവസ്ഥയും. പെട്ടെന്നൊരു ദിവസം രാവിലെ പപ്പയ്ക്ക് ആരെയും ഓർമ്മയില്ല, പപ്പയുടെ പേരോ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പോലും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ടെൻഷനായി. അങ്ങനെ പപ്പയെ ട്രിവാൻഡ്രത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പപ്പ 1.5 ആഴ്ചത്തോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ICUലായിരുന്നു. എന്നിട്ട് പപ്പയ്ക്ക് മെമ്മറിയൊക്കെ റിക്കവറായി. നമ്മൾ ഒരുപാട് സന്തോഷിച്ചു, കാരണം ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ട്രോക്ക്, ഒരു ബ്ലഡിൻ്റെ ക്ലോട്ട് നെക്കിൻ്റെ പോർഷനിലുണ്ട്. അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് നമ്മൾ ശ്രീചിത്രയിലോട്ട് വിടുമായിരുന്നേ. അവിടെ പോയി ഡോക്ടറെ കണ്ട് 1 മാസത്തേക്കുള്ള മരുന്നൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സർജറിയുടെ ഡേറ്റും കുറിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് കോൾ വരുന്നുണ്ടായിരുന്നു, ആൻ്റണിയുടെ ബൈസ്റ്റാൻഡർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഈ സമയത്തേക്ക് ശരിക്കും ഇതിനെൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഇത്രയും ഈ ഒരു മെൻ്റൽ പ്രഷറൊക്കെ കുറച്ച് കുറഞ്ഞേനെ. കുറച്ചൊക്കെ എനിക്ക് അവനോട് ഷെയർ ചെയ്യാൻ പറ്റിയേനെ, അവൻ്റെ കൂടെ നിന്നേനെ. എന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവന് പറ്റിയെന്നുള്ള സാധനം എൻ്റെ മൈൻഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നേ. ഈ സമയത്തൊക്കെയാണ് ശരിക്കും ഞാൻ തിരിച്ചറിയുന്നത് എത്രത്തോളം കഷ്ടപ്പാട് പെട്ടാണ് ഓരോ ആൾക്കാരും ഓരോ ലൈഫിൽ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ.